നമ്മളിപ്പോൾ കാണുന്ന ഈ ഭീമാകരമായ ഹോസ്പിറ്റലുകളൊന്നും ആവശ്യമില്ലാത്ത ഒരു ഫ്യൂച്ചർ ബിസിനസ്സിലേക്കാണ് എല്ലാ കാര്യങ്ങളും പോകുന്നത്. ഇന്ന് നമ്മുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ അത് നമ്മളെ ഹെൽത്ത് മേഖല സർവ്വ മേഖലകളിലും നമ്മളെ സഹായിക്കാൻ ഉതകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നാനോ ടെക്നോളജി, അതേപോലെ റോബോട്ടിക് സർജറി. തലച്ചോർ എന്ന് പറയുന്നത് ബില്യൺ കണക്കിന് ന്യൂറോൺസ് ഉണ്ട്. അപ്പോൾ ഒരു ന്യൂറോൺസിന്റെ വലിപ്പത്തിൽ ഒരു റോബോട്ടിക് സർജറി മെഷീൻ ഉണ്ടാക്കുന്നതിനെ പറ്റിയിട്ട് ഒരു ബോധം മനസ്സിലിരുന്ന ഒരാൾക്ക് ചിന്തിക്കാൻ പറ്റുന്നതല്ല. എന്നാൽ അത് റിയാലിറ്റിയാണ്. അത് ഒരാളുടെ ശരീരത്തിലേക്ക് കയറ്റിവിട്ടാൽ ഹൃദയത്തിന്റെ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ ഉണ്ടാകുന്ന വിഷയം അവിടെ സർജറി നടത്താനായിട്ട് സാധിക്കും. അവിടെ ചിലപ്പോൾ അത് കട്ട് ചെയ്യും, കത്തിക്കേണ്ടത് കത്തിക്കും. അത് അങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണോ അതെല്ലാം ചെയ്തിട്ട് ഈ റോബോട്ടിക് സർജറി മെഷീൻ പുറത്തേക്ക് വരുന്ന ഒരു കാലഘട്ടം വിദൂരമല്ല. അതുകൊണ്ട് തന്നെ ഫ്യൂച്ചർ ബിസിനസ് സമഗ്ര മേഖലകളിലും അങ്ങനെ തന്നെയാണ്.